നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വന്ന് ചെമ്പകമംഗലത്ത് ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ എനിക്ക് പേടിയാ. ഉറങ്ങി കിടക്കുമ്പോ പാമ്പോ തേളോ കേറി വന്ന് എന്നെ ഉപദ്രവിക്കുന്ന എനിക്ക് പേടി. ഹേയ്, ചെമ്പകമംഗലത്തെ അമ്മായിയോ മക്കളെയോ ആരും ഉപദ്രവിക്കില്ല. കാരണം നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണെന്ന് നാട്ടുകാർക്കറിയാം. വൈശാഖല്ലേ ആ നിൽക്കുന്നത്, അവൻ എന്നെ കാത്തു നിൽക്കുക. ദേവമ്മ കണ്ട പൂക്കാരന്റെ രൂപം ദേവമ്മ പറഞ്ഞുതരും. അതുപോലെ തന്നെ വരയ്ക്കണം. അതുപോലെ തന്നെ വരയ്ക്കുന്നത്. അയാള് അന്യസംസ്ഥാനക്കാരൻ തന്നെ ആയിരുന്നു ദേവമ്മേ, ആ പൂ കൊണ്ടുവന്നവൻ. അതെ, ഒരു സംശയവും വേണ്ട. അത് മലയാളിയല്ല. അയാളുടെ സംസാരം കേട്ടാൽ അറിയാം. ഇക്കാര്യത്തിൽ മറ്റൊരു സംശയം വേണ്ട. ശത്രുക്കളാരോ പാമ്പിനെ വെച്ച് പക തീർക്കാൻ നോക്കിയതാ. പാമ്പ് വന്നത് ആ പൂക്കൂട്ടയിൽ നിന്ന് തന്നെയാ. എന്തായാലും ശത്രുവിന്റെ ലക്ഷ്യം ഇവിടെയും നിറവേറ്റാനായില്ല. ഹോ, ദൈവം കാത്തു. എന്തായാലും ഇനി ഞാൻ അവനെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞു. ദേവമേ, ആ പൂക്കുട്ടയുമായിട്ട് വന്നവന്റെ രൂപം ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് ദേവമ നോക്കി. ഞാൻ പറഞ്ഞ ആളിന്റെ രൂപം അതേപോലെ മീനാക്ഷി വരച്ചല്ലോ. മിടുക്കി മോനെ, ഇതുപോലെ തന്നെയായിരുന്നു അയാളിരുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. ഗുഡ് ജോബ് മീനാക്ഷി. താങ്ക് യു. തീർച്ചയായും ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്രിമിനലുകളുടെ ലിസ്റ്റിൽ ഇവൻ ഉണ്ടാവും. ഇവന്റെ ബയോഡേറ്റയും കിട്ടും. ഇവനെ ഇന്ന് തന്നെ ഞാൻ പൊക്കും. എന്തായാലും ഈ അന്യസംസ്ഥാനക്കാരന് ചെമ്പകമംഗലത്തോടോ മുത്തശ്ശിയോടോ പകയും വൈരാഗ്യവും ഒന്നുമില്ല. ഏട്ടന് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇവനെ ആരോ അയച്ചതായിരിക്കും. അതിനെന്താ സംശയം? പക്ഷേ അത് ആരാണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ഇവനെ, ഈ പൂക്കൾ കൊണ്ടുവന്നവനെ കണ്ടെത്തണം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇതിന്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് ഏട്ടന് ഊഹിക്കാൻ പോലും പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. പക്ഷേ അതിനുള്ള തെളിവുകൾ കൂടി കണ്ടെത്തണം. അത് ഞാൻ കണ്ടെത്തും. ശരി. കാർത്തിക്, എന്താ? രാവിലെ വന്ന പൂക്കച്ചവടക്കാരനെ കുറിച്ച് എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? അവന്റെ ബൈക്കില് ഒരു ഹിന്ദി ഫിലിം സ്റ്റാറിന്റെ പടം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അയാള് ഹിന്ദി കലർന്ന ഒരു ലാംഗ്വേജിലാ സംസാരിച്ചത്. ആളിന്റെ പടം കണ്ടാ മനസ്സിലാവോ? മനസ്സിലാവും, കാണട്ടെ. അയ്യോ, കറക്റ്റാ. 75% കറക്റ്റാ. മീനാക്ഷി ഇത്ര നന്നായിട്ട് ചിത്രം വരയ്ക്കൂ. മോശം പിടിച്ചവള്. ഇവള് വരച്ചിരിക്കുന്ന പടം കൃത്യവാ. ഇതില് പെടുവോ ദൈവമേ? ഈ പൂക്കച്ചവടക്കാരൻ ഇവിടെ വന്നപ്പോ കൃത്യമായി അയാളെ മൈഥിലി എങ്ങനെ കണ്ടു? അത് ഞാൻ ആ സമയത്തെ ചെടി നനയ്ക്കുമായിരുന്നു. മൈഥിലി ചെടികൾ നനയ്ക്കുക? അങ്ങനൊരു പതിവൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ. എന്റെ ഭാര്യയായി ഇവിടെ ജീവിച്ചപ്പോഴും
മൈഥിലി അങ്ങനെയൊന്നും ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇന്ന് എനിക്ക് ചെടികൾ നനയ്ക്കണമെന്ന് തോന്നി. ഞങ്ങൾ പോലീസുകാര് കുറ്റവാളികളുടെ കണ്ണിൽ കൂടി നോക്കിയ കുറ്റം തെളിയിക്കുന്നത്. അത് ചിലരൊക്കെ മനസ്സിലാക്കിയ കൊള്ളാം. എന്താ കാർത്തി ഇങ്ങനെ? എങ്ങനെ? പോലീസുകാര് അങ്ങനെയാ. ഈ വെളി വീട്ടിലെ തിരിച്ചെത്തിയതിനു ശേഷം ഈ കുടുംബത്തില് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഇവളെ സൂക്ഷിച്ചേ പറ്റൂ. ഇവിടുത്തെ എല്ലാവരും പല കാര്യങ്ങളിലും എന്നെ സംശയിക്കുക. കാർത്തി എന്നെ സംശയിക്കുവാണോ? കുറ്റം തെളിയിക്കുന്നത് വരെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ഡയറി ഒരു പോലീസുകാരനും മറ്റുള്ളവരുടെ മുന്നിൽ വായിക്കാറില്ല. എന്താടി ഏട്ടൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ കൈകളിലേക്ക് ഒരു വിലങ്ങ് വന്ന് വീഴാൻ അധിക സമയമില്ലാന്ന്. അധിക കാലം നീ ഇവിടെ വാഴില്ലാന്ന് മനസ്സിലായോടി? നല്ല അമ്പലമല്ലേ? അമ്പലവും ദേവിയും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ ജീവനക്കാരെല്ലാം വെറും പിരിവുകാരാ. അവനെയൊക്കെ നമ്മളെന്തിനാ നോക്കുന്നേ? നമ്മള് തൊഴാൻ പോയത് ദേവിയല്ലേ? പറ്റിക്കാൻ നോക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. എന്നെ പറ്റിക്കാൻ പ്ലാൻ ഇടുന്നവരെ ഞാൻ തലേ ദിവസമേ പറ്റിക്കും. നീ ഇത്തിക്കര പക്കിക്ക് കഞ്ഞി വെച്ചവളാണെന്ന് എനിക്കറിയാം. സത്യം എന്തായാലും നീ പറയില്ല, എങ്കിലും ചോദിച്ചേക്കാം. അല്ല മൈഥിലി, എന്റെ സംശയം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ, ആ പൂക്കുട്ടയിലെ എങ്ങനെ പാമ്പ് വന്നു? അതാ ഞാനും ആലോചിക്കുന്നത്. പൂക്കുട്ടയിൽ എങ്ങനെ പാമ്പ് വന്നു? ചിലപ്പോ പാമ്പ് പൂന്തേൻ കുടിക്കാൻ കയറിയതായിരിക്കും. പിന്നെ പാമ്പ് കരിവണ്ടല്ലേ തേൻ കുടിച്ച് നടക്കാൻ. എന്തായാലും ആരുടെയെങ്കിലും അറിവോടല്ലാതെ പാമ്പ് ചെമ്പകമംഗലത്ത് വരില്ല. പാമ്പിനെ ആരെങ്കിലും ഫോൺ ചെയ്ത് വരുത്തിയതായിരിക്കും. കളിയാക്കല്ലേ. ഞാനും അരിയാഹാരം തന്നെയാ കഴിക്കുന്നത്. എനിക്കും അരിയാഹാരം ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ചിലപ്പോഴൊക്കെ കഴിച്ചു പോകുന്നതേ ഒട്ടും ഗദ്യന്തരമില്ലാത്തോണ്ടാ. അപ്പൊ പാമ്പ് ചെമ്പകമംഗലത്ത് എത്തിയത് എവിടെ നിന്നാണെന്ന് നിനക്കറിയില്ല? എനിക്കറിയില്ല. വെളച്ചിൽ എന്റെ അടുത്ത് വേണ്ട മാലതി പണിക്കരെ. നിന്നെ നിന്റെ കുടുംബത്തെയും വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. വന്ന് ചെമ്പകമംഗലത്ത് ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ എനിക്ക് പേടിയാ. ഉറങ്ങിക്കിടക്കുമ്പോ പാമ്പോ തേളോ കേറി വന്ന് എന്നെ ഉപദ്രവിക്കുന്ന എനിക്ക് പേടി. ഹേയ്, ചെമ്പകമംഗലത്തെ അമ്മായിയോ മക്കളെയോ ആരും ഉപദ്രവിക്കില്ല. കാരണം നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണെന്ന് നാട്ടുകാർക്കറിയാം. വൈശാഖല്ലേ ആ നിൽക്കുന്നത്. അവൻ എന്നെ കാത്തു നിൽക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.